നമസ്കാരം. വി ദ പീപ്പിൾ. ഇന്ന് എന്നോടൊപ്പം മനോജ് വർമ്മയുണ്ട്, രാജേന്ദ്രനുണ്ട്, സിജുവുണ്ട്. ഞങ്ങളിന്ന് ചർച്ച ചെയ്യാനെടുക്കുന്ന വിഷയം സുരേഷ് ഗോപി ചെന്നുപെട്ടിരിക്കുന്ന ഒരു വിവാദമാണ്. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് നൽകിയ കിരീടം അത് ചെമ്പ് കിരീടമാണ് എന്ന ആരോപണം ഉയർന്നിരിക്കുന്നു. അതിന് മറുപടിയുമായി അദ്ദേഹം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഈ വിവാദമാണ്. ചാഞ്ഞു കിടക്കുന്ന മരത്തിൽ ഓടിക്കയറുന്നൊരു പ്രവണത നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കുണ്ട്. മരം ചായണമെന്നില്ല, മരം കാറ്റത്തൊന്ന് ചെരിഞ്ഞാൽ പോലും ആ മരത്തിലേക്ക് ഓടിക്കയറുന്ന പ്രവണതയുമുണ്ട്. സുരേഷ് ഗോപി ഒരു കഷ്ടകാലത്തിൽ ചെന്നുപെടുമ്പോൾ അദ്ദേഹത്തെ കുറച്ച് ചീത്ത പറഞ്ഞു കളയാം എന്ന നിലയ്ക്കല്ല ഞങ്ങളിത് നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാതൃകാ വാർത്തയാണ്. നമ്മുടെ പൊതുപ്രവർത്തകരും നമ്മുടെ മാധ്യമങ്ങളും നമ്മളെല്ലാവരും തന്നെയും നോക്കിക്കാണേണ്ട ചില പാഠങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം. അങ്ങനെയാണ് ഞങ്ങൾ ഈ വാർത്തയെ സമീപിക്കുന്നത്. മനോജ്, ഈ ചർച്ച എവിടെ നിന്ന് തുടങ്ങാം? ഇതിൽ ഒരു ചെറിയ കഥ പറയാം. നാട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയായ മാതാവ് മകൻ നാളുകൾക്ക് ശേഷം അമ്മയെ കാണാനെത്തുന്നു. 5 പവൻ്റെ ഒരു മാല കൊടുക്കുന്നു. അമ്മയ്ക്ക് സന്തോഷമായി. നല്ല മകനെക്കുറിച്ച് നല്ല വർത്തമാനങ്ങൾ ചുറ്റുപാടുമുള്ളവരോടൊക്കെ അമ്മ പ്രസംഗിച്ച് നടക്കുന്നു. മകൻ തിരികെ പോകുന്നു. വീണ്ടും അമ്മ ഒറ്റയ്ക്ക്. നാളുകൾക്ക് ശേഷം അമ്മയ്ക്കൊരാവശ്യം വരുമ്പം ഈ മാല പണയം വയ്ക്കുന്നു. അപ്പോഴാണ് ഇതറിയുന്നത് ഇത് 1 ഗ്രാം മുക്കുപണ്ടമാണ് എന്നറിയുന്നു. മാതൃഹൃദയമാണ്, മകനോട് ചോദിക്കേണ്ടതൊന്നുമില്ല. എങ്കിലും അമ്മ ചോദിച്ചു, എന്താണ് മകനെ ഇത് എന്നുള്ളത്. എൻ്റെ ത്രാണിക്കനുസരിച്ച് ഇതേ പറ്റുള്ളൂ. ഇനിയും അമ്മയ്ക്ക് ഇനി അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരു തങ്കമാല വാങ്ങിത്തരാം. പക്ഷേ അമ്മയുടെ വീടും പറമ്പും എൻ്റെ പേരിൽ എഴുതി തരണം. അതേ രീതിയിൽ കണ്ടീഷണലായിട്ടുള്ളൊരു ഓഫർ മകൻ അമ്മയ്ക്ക് മുന്നിൽ വെച്ചു. ഇവിടെയും ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു സംഭവം. അവസാന നിമിഷം നമ്മൾ ഇന്ന് കണ്ടൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഞാൻ മാതാവിന് 10 ലക്ഷം രൂപയുടെ മാല നൽകാം. സ്വാഭാവികമായിട്ടും അമ്പലത്തിലോ ഏത് ദേവാലയത്തിൽ പോകുന്നവരാണേലും ഓഫറിങ്സ് നേരുന്നുണ്ടാവാം. ഉദ്ദിഷ്ട കാര്യത്തിൽ നടന്നാൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്. പക്ഷേ അത് പരസ്യമാക്കുക എന്നുള്ളത് കൊച്ചു കുട്ടികൾ ചെയ്യുമായിരിക്കും, അല്ലാതെ ആരും ചെയ്യുന്നൊരു സംഭവമല്ല. ഈ കഥയിലെ തങ്കമകനുമായി ബന്ധപ്പെട്ട പ്രവർത്തികളൊക്കെ തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാജേന്ദ്ര, മനോജ് പറഞ്ഞത് ഇങ്ങനൊരു വിവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ കാരണക്കാരൻ സുരേഷ് ഗോപി തന്നെയാണ് എന്നാണ്. ശരിയാണ്. അയുക്തികതകളുടെ ഒരു ആഗോള സമ്മേളനമായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ തീരുമാനം. സുരേഷ് ഗോപി എന്തിന് തൃശ്ശൂർ പോയി ഒരു നേർച്ച നേരണം, എന്തിന് ലൂർദ് മാതാവിനൊരു നേർച്ച നേരണം എന്നത് മുതൽ ഒരുപാട് അയുക്തികൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം അത് ചെയ്തു. പക്ഷേ ഈ പറഞ്ഞതുപോലെ, മനോജ് പറഞ്ഞതുപോലെ, അത് പരസ്യമാക്കിയിട്ട് ചെയ്തു. വഴിപാടാണെങ്കിൽ നേർച്ചയാണെങ്കിൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നേരുകയും, അല്ലേ, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാത്തതുപോലെ ചെയ്യുകയും ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മുടെ ഒരു കീഴ്വഴക്കത്തിൽ തന്നെ പരസ്യമായി ചെയ്യേണ്ട ആരാധനകളുണ്ട്. 100 വീട് കയറി ഇറങ്ങി പഴനിക്ക് പോകാം എന്നൊരാൾ നേർന്നാൽ 100 വീടുകൾ അറിയും ഇദ്ദേഹം പഴനിക്ക് പോകുന്നുണ്ട്, അതിനുവേണ്ടി ഭിക്ഷ എടുക്കാൻ വന്നിരിക്കുകയാണെന്നറിയും. അങ്ങനെയല്ലെങ്കിൽ ആ നേർച്ച പരസ്യമാക്കേണ്ട ഒരു കാര്യമില്ല. പരസ്യമാക്കി ഇത് ചെയ്തു. അവിടെയല്ലേ ഈ തെറ്റ് തുടങ്ങുന്നത്? തെറ്റെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഇപ്പോഴും ഈ കേരളം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, തൃശ്ശൂർ എന്താണെന്നും മനസ്സിലാക്കിയില്ല. ഈ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കെ കരുണാകരൻ എന്ന അധികായനെ ഈ വി രാഘവൻ തോൽപ്പിച്ച ഒരു മണ്ഡലമാണ് ഈ തൃശ്ശൂർ. കരുണാകരനെ മാത്രമല്ല, മകനെയും തോൽപ്പിച്ചു. അപ്പോൾ ഈ തൃശ്ശൂർ എന്താണെന്നും മനസ്സിലാക്കിയിട്ടില്ല. മറ്റൊന്ന്, ഉത്തരേന്ത്യയിലെല്ലാം പയറ്റുന്ന ചില തന്ത്രങ്ങളുണ്ട് രാഷ്ട്രീയ നേതാക്കൾ. അതാണ് അദ്ദേഹം കേരളത്തിൽ പരീക്ഷിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്തെന്നാൽ, ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഒരു വളരെ നിർണായകമായ വിഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2ാം മോദി സർക്കാരിന് കീഴിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെക്കാൾ കൂടുതൽ ഈ സംഘപരിവാറിൻ്റെ അതിക്രമങ്ങൾ നേരിട്ടത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളാണ്. അത് ശരിയായ രീതിയിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇത് കൂടുതൽ അതിക്രമം നേരിടുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണ്. 500ഓളം പള്ളികളാണ്
ഈ 2022 കണക്കുകൾ അനുസരിച്ച് 500ഓളം അതിക്രമങ്ങൾ നടന്നു. ഇപ്പം മണിപ്പൂരിൽ ഇപ്പോഴും ശാന്തമായിട്ടില്ല. സുരേഷ് ഗോപി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊന്ന് പോകണം. അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഈ BJP ഡബിൾ എൻജിൻ ഭരണം നടത്തുന്ന മണിപ്പൂരിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നേരെ വന്നിരിക്കുന്നത് കേരളത്തിലാണ്. സുരേഷ് ഗോപി ആദ്യം ചെയ്യേണ്ടത് അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കന്മാരൊക്കെ ബന്ധപ്പെട്ട് അവിടെ ജീവിക്കാനുള്ളൊരു സൗകര്യം തയ്യാറാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ മോദി ഭരണത്തിനെതിരെ ശക്തമായ വികാരമുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാനായുള്ള അദ്ദേഹം പയറ്റിയ ഒരു തന്ത്രമാണിത്. അതിനാണ് ലൂർദ് മാതാവിൻ്റെ അടുത്തേക്ക് പോയത്. ലൂർദ് മാതാവിൻ്റെ അടുത്ത് പോകുന്നു. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പാറമേക്കാവിലെ അമ്മ മുതൽ ചേരമാൻ പള്ളി വരെ പലതും ഉണ്ട് അവിടെ ആരാധനാലയങ്ങളാണെങ്കിൽ. എന്തുകൊണ്ട് ലൂർദ് മാതാവ്, എന്തുകൊണ്ട് ലൂർദ് മാതാവിൻ്റെ പള്ളി എന്നതും നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നതിൽ അത് ദുഃഖകരമാണ്. പക്ഷേ അതിന് അദ്ദേഹം തന്നെ വഴിയൊരുക്കി. അപ്പോൾ മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും പള്ളിയിലെ മാതാവിന് കൊണ്ടുപോയി നൽകാം, അതെ, കൊല്ലത്ത് നൽകാം. അത് അല്ല. അപ്പോൾ ഇത് ഈ അപ്പോൾ തൃശ്ശൂരിൽ ഇതേപോലെ അതും മാധ്യമങ്ങളൊക്കെ ഒപ്പം കൂട്ടുകയാണ് കേട്ടോ. അത് വലിയൊരു ആഘോഷമായിട്ടാണ് മാധ്യമങ്ങളെല്ലാവരും വിളിച്ചറിയിക്കുകയാണ്. എന്നിട്ട് ഈ രീതിയിൽ ഒരു കിരീടം നൽകിക്കഴിഞ്ഞാൽ അതോടുകൂടി തൃശ്ശൂർ മണ്ഡലത്തിലെ എല്ലാ ക്രിസ്തുമത വിശ്വാസികളും തനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അതെ, ഈ അടിയിരിക്കുന്നിടത്ത് ചെവി കൊണ്ടേ വെക്കുക എന്നൊരു ചൊല്ലുണ്ട്. ശരിക്കും അത് ചെയ്തതുപോലെയാണ്. ഇതെല്ലാവരും വിളിച്ചറിയിച്ചു. നമ്മൾ കൈരളി ചാനലിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഇത് കവർ ചെയ്യാൻ വേണ്ടി, ഈ കിരീടദാനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ആ കിരീടം താഴെ വീണു. അത് മറ്റൊരു വിവാദമായി. അപ്പോൾ സംഘപരിവാറിൻ്റെ പ്രസിദ്ധീകരണം, മലയാളത്തിൽ ഇറങ്ങുന്ന പ്രസിദ്ധീകരണം ആ വാർത്ത കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അത് കൈരളി TV-യുടെ ക്യാമറാമാൻ തള്ളി താഴെ ഇട്ടു എന്നാണ്. അത് കൈരളി TV ഒന്ന് ആരോപിക്കാൻ വേണ്ടി, അതുവഴി ഒരു ചേരിയെ ആരോപിക്കുന്നു എന്നൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടി കൊടുത്തു എന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും. പക്ഷേ പ്രേക്ഷകരായി ശ്രദ്ധിക്കണം, ഞങ്ങളും അന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കൈരളി TV-യുടെ ക്യാമറാമാൻ സലിം എന്ന് പേരുള്ള ഒരാളാണ്. PP സലിം എന്ന് പറയുന്ന മുതിർന്ന ഒരു ക്യാമറാമാനാണ് അദ്ദേഹം ഒരു ഇസ്ലാം എന്ന മതത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ അവിടെ ഇല്ലാതിരുന്നിട്ട് പോലും കുറ്റവാളിയാക്കപ്പെടുകയാണ്. അത്തരത്തിലുള്ളൊരു ഇതുവരെ കാഴ്ചവരെ അന്നുണ്ടായി. എന്നിട്ടാണ് ഇത് തുടങ്ങുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിനകത്ത് ഇപ്പം ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, ചെമ്പ് തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ. സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞു. കാരണം നമുക്കറിയാം, ഈ തൃശ്ശൂരിൽ ഈ കിരീടം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കൃത്യമായൊരു സ്വയം പ്രഖ്യാപിത സ്ഥാനമായിരുന്നു. തൃശ്ശൂരിൽ ഞാൻ തന്നെയാണ് ഇങ്ങെടുക്കാൻ പോകുമെന്നാണല്ലോ ഈ സുരേഷ് ഗോപിയുടെ ഒരു വാചകം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ മോദിയെ 2 തവണ കൊണ്ടുവന്നു. അതെ, കൊണ്ടുവന്നു. അതായത് മകളുടെ കല്യാണത്തിന് മോദി വരുന്നു, അതിനോടനുബന്ധിച്ചാണ് ഈ കിരീടം സമർപ്പിക്കലൊക്കെ നടക്കുകയും ചെയ്തത്. പക്ഷേ ഇന്ന് ഫലത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് ചെയ്തത്. ഇന്ന് വേറെ ആരും പറഞ്ഞില്ല, ഒരു മാധ്യമം അന്വേഷിക്കാൻ പോയില്ല, ഒരു ഇടവക വിശ്വാസിയും അന്വേഷിക്കാൻ പോയില്ല. ഇപ്പോൾ ഇടവകക്കാരൻ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സുരേഷ് ഗോപി തന്നെ പറഞ്ഞു, ഞാൻ ജയിക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിൻ്റെ വൈഡൂര്യം പതിപ്പിച്ച ഒരു കിരീടം കൂടി നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ ജയിച്ചില്ലെങ്കിലോ എന്നൊരു ചോദ്യം വേറെ വരുന്നുണ്ട്. അതിനൊരു യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി കൊടുത്ത ചെമ്പ് കിരീടമോ സ്വർണ്ണ കിരീടത്തിൻ്റെ മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരെ പറ്റിക്കുന്ന ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. അതാ നിങ്ങളോടൊപ്പമാണ് ഞാനെന്ന് പറയുകയും അവിടെ ചെന്ന് ഒരു സ്വർണ്ണം പൂശിയ ഒരു ചെമ്പ് കിരീടം കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളോടൊപ്പമാണെന്ന് പറയും. അതേസമയത്താണ് നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മണിപ്പൂർ വിഷയം നടന്നപ്പോൾ ഈ സുരേഷ് ഗോപി എവിടെയായിരുന്നു? അവിടുത്തെ ക്രൈസ്തവർ വേട്ടാടിയപ്പോൾ സുരേഷ് ഗോപി എവിടെയായിരുന്നു? അതൊന്നുമില്ലാത്ത പ്രേമം തൃശ്ശൂരിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കിരീടമായിട്ട് എത്തുകയും ഇനി വൈഡൂര്യം പതിപ്പിച്ചൊക്കെ ആയിട്ട് വരികയും ചെയ്യുന്ന ഒരു സംഭവം. ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന തന്നെ നമുക്കിപ്പോൾ അങ്ങനെ പറയും, നന്മമരം എന്ന രീതിയിലാണല്ലോ. പലവിധ സഹായങ്ങൾ ചോദിക്കുന്നവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ചെമ്പ് തെളിയലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കൊടുത്തൊരു വാർത്തയുണ്ട്, ഒരു അപൂർവ രോഗം ബാധിച്ച കുട്ടി സഹായമായി ചെന്നപ്പോഴത്തേക്ക് പോയി നിങ്ങൾ ഗോവിന്ദ മാസ്റ്ററോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വാക്കുകളുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ വിമർശനം വരുന്ന അവസാനം ഗോവിന്ദ മാസ്റ്റർ തന്നെ ഇടപെട്ടു. അതാണ് രസകരമായ വസ്തു. അല്ല, സത്യത്തിൽ ഇതേ ഒരു വിവാദം വരുന്ന ഒരു സംഗതിയല്ല. സുരേഷ് ഗോപിയെ പോലെ ഉള്ള ഒരു താരം, അദ്ദേഹം ഒരു ആരാധനാലയത്തിൽ ഒരു വലിയ സ്വർണ്ണോപഹാരം എന്തെങ്കിലും കൊടുത്തു, ഒരു സ്വർണത്തിൻ്റെ വസ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ വിവാദമുണ്ടാവേണ്ട കാര്യമില്ല. ഇത് പറയുന്നത് ആരും ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും 566 ഗ്രാമാണ് ഈ കിരീടം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 70 പവൻ സുരേഷ് ഗോപിയെ പോലെ 35 ലക്ഷം രൂപയുടെ. അതെ, സുരേഷ് ഗോപിയെ പോലെ ഒരാൾക്ക് അത് ചെയ്യാനാവില്ല എന്ന് ആരും പറയില്ല, അതിലൊരു വിവാദവും ഉണ്ടാവില്ല. എന്നിട്ടും അവിടുത്തെ പാരിഷ് കൗൺസിലിൽ ചില അംഗങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത്.
അപ്പോൾ എന്തുകൊണ്ട് അവരെന്തുകൊണ്ട് ഇത് പറയേണ്ടി വന്നു, എന്തുകൊണ്ട് ഇത് പറയേണ്ടി വന്നു എന്നുള്ളത് ഇതാക്കണം. അത് ചെമ്പ് കൊണ്ടുണ്ടാക്കി അതിൽ പൂശി, അതായത് മുക്ക് കിരീടമാണ് കൊടുത്തത്. പൊന്നാണെന്ന് പറഞ്ഞ് മുക്ക് കൊടുത്തു എന്ന ആരോപണമാണ് അദ്ദേഹം നേരിടുന്നത്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ആണ് ഇത്: ഞാൻ 10 ലക്ഷം രൂപ വില വരുന്ന സ്വർണം കൊടുക്കും എന്നാണ് പറഞ്ഞത്. അന്നത് തങ്കമാണ് എന്ന് ഞാൻ ഇന്ന് പറഞ്ഞു എന്ന് പറയരുത് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അതൊരച്ചു നോക്കാൻ അന്ന് ആരും വരണ്ട എന്ന് പറയുന്നു. മാത്രമല്ല, ഒരു വജ്രമൊക്കെ പതിക്കണമെങ്കിൽ 18 കാരറ്റ് സ്വർണത്തിലേ അത് പറ്റുള്ളൂ എന്നൊരു വിജ്ഞാനം അദ്ദേഹം അവതരിപ്പിക്കുന്നു. 18 കാരറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 3/4 പങ്കേ സ്വർണം ഉണ്ടാവുള്ളൂ, ബാക്കി ചെമ്പായിരിക്കും. അതുകൊണ്ട് അതിൽ 25% ചെമ്പ് ചേർത്താലേ അത് പണിയാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുന്നു. തൃശ്ശൂർ സ്വർണത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം. സ്വർണ്ണമൊന്നും കയ്യിലില്ലെങ്കിലും എന്താണ് സ്വർണം, എന്തൊക്കെയാണ് അതിൽ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് അദ്ദേഹം ഇതൊക്കെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഈ 10 ലക്ഷത്തിൻ്റെ ആ വഴിപാട് പരസ്യ വഴിപാട്, അങ്ങനെ ഒരു ഏർപ്പാട് കൂടി ഇവർ ആരംഭിച്ചിരിക്കുകയാണ്. വഴിപാട് എന്തെങ്കിലും അത്യാപത്ത് വരുമ്പോഴോ എന്തെങ്കിലും ആഗ്രഹം വരുമ്പോഴും മനുഷ്യൻ ഈശ്വര എന്ന് പറഞ്ഞ് ഈശ്വരനും മനുഷ്യനുമായിട്ടുള്ളൊരു ഒരു കരാറ് പോലെ സംഭവിക്കുന്ന ആ വഴിപാട് പരസ്യമായി ചെയ്യുക എന്ന് പറയുന്ന മറ്റൊരു ക്ഷേത്ര ആചാരം കൂടി ഈ സുരേഷ് ഗോപിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു. എന്തൊരു കഷ്ടമാണിത്. ഈ സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞ കണക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 10 ലക്ഷത്തിൻ്റെ കിരീടമാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ കൊടുത്തതിനേക്കാൾ വലിയതാണ് കൊടുക്കാൻ പോകുന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ധ്വനി അതാണ്. നേരത്തെ ഈ പറഞ്ഞ 566 ഗ്രാം 566 ഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 70 പവൻ. അതെ, 35 ലക്ഷം രൂപ 35 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് അന്ന് കൊടുത്തതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞതിൽ 10 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അന്ന് ഈ പറയുമ്പോൾ കിരീടത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ കൃത്യമായി 5 ലക്ഷം രൂപയ്ക്ക് താഴെ ഉള്ളൂ എന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞു വെക്കുക. കണക്കുകൾ നോക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ ഈ പരീക്ഷാകാലത്തെ ഇങ്ങനെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ മിഠായി കൊടുക്കും. എന്നിട്ട് പറയും മിഠായി, ഇപ്പോൾ നീ മിഠായി കഴിക്കും, പരീക്ഷയിൽ നീ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചു തരാം, നിനക്ക് പിന്നെ കേക്ക് വാങ്ങിച്ചു തരാം. ഏതാണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇനി നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഞാൻ 10 ലക്ഷം രൂപയുടെ സ്വർണ്ണമാല വാങ്ങിച്ചു തരാം. അത് പറയുന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കാം കേട്ടോ. സാധാരണ തെരഞ്ഞെടുപ്പുകളായി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ പറയാനുള്ളത് എന്നെ ജയിപ്പിച്ചാൽ ഞാൻ കുടിവെള്ള പ്രശ്നം പരിഹരിക്കും, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും, വൻ വ്യവസായങ്ങൾ കൊണ്ടുവരും, അത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ എന്നെ ജയിപ്പിച്ചാൽ ഞാനിത് ഒരു ആരാധനാലയത്തിൽ ഒരു 10 ലക്ഷം രൂപയുടെ ഈ സ്വർണ്ണമാല വാങ്ങിച്ചു തരാമെന്ന് പറയുന്നത് ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ ഇവിടെ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം, ഈ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിലാണ് അവിടെ അതിക്രൂരമായ രീതിയിൽ ഈ ആദിവാസികളായ ക്രിസ്ത്യാനികൾക്കെതിരെ സംഘപരിവാറിൻ്റെ വേട്ടയാടലുകൾ നടന്നു. അപ്പോൾ അവരെല്ലാം ഗ്രാമങ്ങളിൽ നിന്ന് ആട്ടി ഓടിച്ചു. അപ്പോൾ അവർക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ എന്നാൽ നിങ്ങൾക്ക് ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു വരാം, നിങ്ങളുടെ വീടുകളിൽ താമസിക്കാം, പക്ഷേ നിങ്ങൾ ക്രിസ്തു മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രാമങ്ങളിൽ താമസിക്കാം. ഇവിടെ അത് പറഞ്ഞ ആ പാർട്ടിയുടെ ആ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുള്ള സുരേഷ് ഗോപി ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, എന്നെ ജയിപ്പിച്ചാൽ ഞാനിത് ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്, എന്നെ ജയിപ്പിച്ചാൽ ഞാനിത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ സ്വർണ്ണമാല വാങ്ങിച്ചു തരാം. ഇത് ഈ സംഘപരിവാർ രാഷ്ട്രീയം എത്ര കണ്ട് അതപ്പുതിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണിത്. അത് രാജേന്ദ്രൻ പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊരു മാതൃകയാണ് രാഷ്ട്രീയ കേരളത്തിന് മുമ്പാകെ ഇവർ കാണിക്കുന്നത് എന്നാണ്. സത്യത്തിൽ എത്രയോ നല്ല മാതൃക BJPയിലാണെങ്കിൽ പോലും, BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് സൃഷ്ടിക്കാനാവും. അദ്ദേഹം നമ്മളെല്ലാവരും അറിയുന്ന, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹം ഒരു കലാകാരനാണ്. മാത്രമല്ല വിദ്യാസമ്പന്നനാണ്. MA ഇംഗ്ലീഷ് പാസ്സായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ MA ഇംഗ്ലീഷ് പാസ്സായ ഒരു മനുഷ്യനാണ് എന്ന് തോന്നിക്കുന്ന ഒരു വരി, ഒരു കാര്യം അദ്ദേഹം പറയുന്നത് നമ്മൾ നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളോ ഒക്കെ അദ്ദേഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഥാപാത്രങ്ങളും അദ്ദേഹം ചെന്നുപെട്ട ആ പ്രസ്ഥാനത്തിൻ്റെ ചില മുദ്രാവാക്യങ്ങളും ചില രഹസ്യ ലക്ഷ്യങ്ങളും കൂടി അദ്ദേഹത്തെ കോമാളി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് മുമ്പിൽ. അതല്ലേ നമ്മൾ കാണുന്നത്. എത്രയോ നല്ല മാതൃക സൃഷ്ടിക്കാവുന്ന സാംസ്കാരിക സമ്പത്തുള്ളൊരു മനുഷ്യനാണ് ഇങ്ങനെ ആയിപ്പോകുന്നത്. അദ്ദേഹം സ്വയം ചിന്തിക്കട്ടെ, അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വയം ചിന്തിക്കട്ടെ. ഇവരൊക്കെ ഈ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി അയാളുടെ കൂടെ എപ്പോഴും നടന്ന് മുഖസ്തുതി പറയാൻ 10 പേരെ നിയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞത് CJ തോമസ് എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ കൂടെ പതിറ്റാണ്ടുകളായിട്ട്
10 അതിലെ എത്രയോ അധികം പേര് മുഖസ്തുതിക്കാരായിട്ടുണ്ടാവും. അവരൊക്കെ കൂടി വഴിതെറ്റിക്കുകയാണ്. ഇപ്പോൾ പിന്നെ രാഷ്ട്രീയ ഉപദേശകരും കൂടിയിട്ടുണ്ടാവും. സുരേഷ് ഗോപിയെ ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെയൊന്നും ചെയ്യരുത്, എന്ന് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ വേട്ടയാടപ്പെടും. കാരണം സുരേഷ് ഗോപി അവതരിപ്പിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സ്വന്തം ആളെന്ന രീതിയിലാണ്. അല്ല, അവതരിപ്പിച്ചിരിക്കുന്നതല്ല, അല്ല മാത്രമല്ല, എന്താണ് മോദി എത്ര തവണ തൃശ്ശൂരിൽ പോയി, പിന്നെ ഈ മോദി ഈ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനെത്തുന്നു. അപ്പൊ ഇത് നേരെ അത് സുരേഷ് ഗോപി മാത്രമല്ല, പല സ്ഥാനാർത്ഥി, ഇപ്പൊ അനിൽ ആന്റണി. അല്ല, മോദിയുടെ ഒരു ഗ്യാരണ്ടിയാണ് എന്റെ ജനപ്രതിനിധികൾ ഇങ്ങനെയാണ് പെരുമാറുക എന്നതാണ് എന്റെ ഗ്യാരണ്ടി എന്ന് മോദി സുരേഷ് ഗോപിയിലൂടെ കേരളത്തോട് പറയുകയാണ്. ഇത് ധൈര്യമില്ല. ഇത് സുരേഷ് ഗോപിയെ വിളിച്ച് ഇങ്ങനെയല്ല നമ്മൾ പ്രചാരണം നടത്തേണ്ടത്, ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന് സുരേഷ് ഗോപിയോട് അങ്ങോട്ട് ഏതെങ്കിലും നേതാവ് പറഞ്ഞാൽ ആ നേതാവ് ഇന്ന് പാർട്ടിയിലുണ്ടാവില്ല. BJPയുടെ ഒരു അവസ്ഥ അതാണ്. ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത്തവണ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ എല്ലാ മണ്ഡലത്തിലും ഒരു വിഷയം, ഒരു പൊളിറ്റിക്കൽ ഇഷ്യോ വല്ല രൂപപ്പെട്ട് വരാറുണ്ട്. ആ സ്ഥാനാർത്ഥിക്കെതിരെയോ ആ വിഷയം. ഇത്തവണ എന്തായാലും തൃശ്ശൂർകാർ എന്തായാലും കിരീട വിഷയം ചർച്ച ചെയ്യും, കുറഞ്ഞ പക്ഷം ക്രൈസ്തവ വിശ്വാസികളെങ്കിലും. കാരണം ഒരു വലിയ പറ്റിക്കലാണ് നടത്തിയെന്നുള്ളത് ഒരു വലിയ വിഭാഗം ഇടവകയിലുള്ളവർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കേണ്ടി വന്നതെന്നുള്ളൊരു അവർ ചിന്തിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തുടക്കത്തിലെ കൊണ്ടെടുത്തൊരു നേരത്തെ NBC പറഞ്ഞ പോലെ ഉപദേശകരുടെ ഇതിലാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഈ സുരേഷ് ഗോപി ഈ കിരീടം കൊണ്ട് വെച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ന്യായമായി കിട്ടേണ്ട ചില വോട്ട് ആ മണ്ഡലത്തിൽ ഉണ്ടാകും, അത് കിട്ടുകയും ചെയ്യും. ഇത് എല്ലാ വിഭാഗത്തിൻ്റെ വോട്ട് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഗണ്യമായ തോതിൽ ന്യൂനപക്ഷ ഈ ക്രൈസ്തവ വോട്ടുകളുണ്ട്. ആ വോട്ടുകളൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു വ്യാജ കിരീടം, ഒരു ചെമ്പ് സ്വർണം പോശിയ കിരീടം കൊണ്ട് കൊടുത്ത് അപഹാസ്യനായി എന്നുള്ളതല്ലാതെ ഒരു വിഷയം, തെരഞ്ഞെടുപ്പിലൊരു വിഷയം വോട്ട് കുറയ്ക്കാൻ ഇടയാക്കുന്ന എൻ്റെ ഒരു തോന്നലതാ. സുരേഷ് ഗോപിക്ക് ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങൾ കൊടുക്കാൻ, ക്രൈസ്തവർ കൊടുക്കാനിരുന്ന വോട്ട് ചിലപ്പോൾ എന്നാൽ ഇത്തവണ സുരേഷ് ഗോപി അങ്ങനെ കൊണ്ടുപോകണ്ടെന്നുള്ള ചിലപ്പോൾ തീരുമാനം എടുത്തെന്നിരിക്കും. അതൊരു വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ. ഈ അപഹാസ്യനായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലെവല് ഇപ്പോൾ എല്ലാവരെയും സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടും. അതിൽ വളരെ അതിര് കവിഞ്ഞ ആക്രമണം, ബെൽറ്റിന് താഴെയുള്ള അടിയൊക്കെ ഉണ്ടാവും. പക്ഷെ സുരേഷ് ഗോപി ആക്രമിക്കപ്പെടുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ സത്യത്തിൽ സങ്കടം തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം ആക്രമിക്കപ്പെടുന്നത്. ഒരാൾ 32,423 സ്ക്രൂ ഉപയോഗിച്ച് സുരേഷ് ഗോപിയുടെ ഒരു ചിത്രം ഉണ്ടാക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. ഇന്ന് അത് കാണിച്ചുകൊണ്ട് മറ്റാളുകൾ പറയുകയാണ്, ഒരേ ഒരു സ്ക്രൂ അത് ഒന്ന് മുറുകിയിരുന്നെങ്കിൽ എവിടെ എത്തേണ്ട ആളായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റേ ഇന്ദ്രൻസിന്റെ ഡയലോഗ് വെച്ചിട്ട് ഇത്തരത്തിൽ അപഹസിക്കപ്പെടുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ കൂടിയാണ് യാത്ര മുഴുവൻ. സോഷ്യൽ മീഡിയ നമ്മുടെ കൂടെ ഉള്ളതല്ലേ മനോജ്? ഇതിനകത്ത് ശരിയാ, കറക്റ്റ്. ഈ ഇദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി, ഇയാൾ മറ്റേ നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ഇദ്ദേഹം എന്തിനാണ് നേരത്തെ NBC പറഞ്ഞ പോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ ഈ നാടകങ്ങൾ കളിക്കുന്നത് എന്നുള്ളതാണ്. മര്യാദയ്ക്ക് നിന്നാൽ ഒരുപക്ഷെ ഇതിനേക്കാളും നല്ല ഒരു 2 വോട്ട് അധികം കിട്ടിയതായിരുന്നു സുരേഷ് ഗോപിക്ക്. ഈ സുരേഷ് ഗോപിയുടെ രാജ്യസഭാംഗത്വത്തിൻ്റെ കാലാവധി കഴിഞ്ഞല്ലോ, ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ചു കാലം പൂർണ്ണമായിട്ടും നിശബ്ദനായിരുന്നു. മാത്രമല്ല അന്ന് കേട്ടിരുന്നൊരു വാർത്ത എന്തെന്നാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നു, ആ രീതിയിലുള്ള ചില വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം വെച്ചൊരു നിബന്ധന എന്തെന്നാൽ രാഷ്ട്രീയത്തിൽ സജീവമാവും, പക്ഷേ എനിക്ക് എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടണം, വലിയ എന്തെങ്കിലും സ്ഥാനങ്ങൾ അത് കിട്ടണം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായാണ് അദ്ദേഹം ദില്ലിയിൽ പോയി പല ആൾക്കാരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല കേരളത്തിലെ നേതാക്കന്മാരുമായിട്ടൊന്നും യാതൊരു ചർച്ചയും നടത്തില്ല. കാരണം അതിലെല്ലാം അംഗീകരിക്കുന്നു, അതിലെല്ലാം അതീതരായ ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ അങ്ങനെ ചെന്ന് ആ ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് വളരെ നേരത്തെ തന്നെ ഒരു ഓഫർ കൊടുക്കുകയാണ്, തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിങ്ങളാണെന്ന് മാത്രമല്ല അത് നരേന്ദ്രമോദിയെ ഗ്യാരണ്ടി നൽകുകയാണ്, എൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്, ഞാൻ പലതവണ അവിടെ വരാം, അതിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ കരിവന്നൂർ ബാങ്ക് അതുമായി ബന്ധപ്പെട്ട EDയുടെ നടപടികളൊക്കെ അതിൻ്റെ പിറകിൽ പോലും ഈ ഒരു അജണ്ടയുണ്ട്. അതിൽ ഇദ്ദേഹം ഒരു കാൽനട ജാഥയൊക്കെ നടത്തിയല്ലോ. കാൽനട ജാഥ നടത്തി, ആ ജാഥ നടത്തുന്ന സമയത്ത് അദ്ദേഹം തളർന്നു കഴിഞ്ഞാൽ വിശറി കൊണ്ട് വീശി കൊടുക്കാൻ വരെ ആൾക്കാരെ വെച്ചിരുന്നു. അതിൻ്റെ ചിത്രങ്ങളെല്ലാം വന്നതാണ്. അല്ല, അദ്ദേഹം ഇപ്പോഴും സിനിമാ രംഗത്തുനിന്ന് പൂർണ്ണമായും മുക്തനല്ല. NBC നേരത്തെ പറഞ്ഞതുപോലെ അതിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ആ സിൽവർ ലൈറ്റിൽ തന്നെയാണ് ഞാൻ എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത്. സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാണ്, അവർ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും സുരേഷ് ഗോപി ഇന്നുവരെ ചെയ്തിട്ടില്ലല്ലോ. ഈ പറഞ്ഞതുപോലെ കുറേ അനുയായികളും സ്തുതിപാഠകരും മുന്നോട്ട് കൊണ്ട് നടക്കുന്ന ഒരു ആളായിട്ട് മാറിയിട്ടുണ്ട്.
ഈ സുരേഷ് ഗോപി അടിയന്തരമായി ചെയ്യേണ്ടതെന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കണം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നന്നായി പഠിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു വളരെ ഈ ആസൂത്രിതമായ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വരെ കണ്ടതാണ്. ഇപ്പോൾ 91-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ചാണ് നടന്നത്. അന്ന് വടകര മണ്ഡലം, ആ വടകര മണ്ഡലത്തിലെ കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും കൂടി ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തി, ഡോക്ടർ രത്നസിംഗ്. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതായിരുന്നു. അതായത് ഒരേ സമയം BJP നേതാക്കൾ പ്രചാരണം നടത്തുന്നു, UDF നേതാക്കൾ നടത്തുന്നു, എല്ലാവരും നടത്തുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അന്ന് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം വലിയ സഹതാപ തരംഗം ഉണ്ടായി. കേരളത്തിൽ UDF തൂത്തുവാരി വൻ വിജയം ഉണ്ടായി. പക്ഷേ ആ ഒരു മണ്ഡലത്തിൽ UDFന് ശക്തമായ തിരിച്ചടി ഉണ്ടായി. KP ഉണ്ണികൃഷ്ണൻ ജയിച്ചു, രത്നസിംഗ് പരാജയപ്പെട്ടു. ഇത് ഞാൻ പറഞ്ഞത് ഇതാണ് കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് BJP വോട്ട് പ്ലസ് കോൺഗ്രസ് വോട്ട് പ്ലസ് മുസ്ലിം ലീഗ് വോട്ട് നമ്മൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ വൻ വിജയം നേടണം. അതുണ്ടായില്ല. അപ്പോൾ ഇതാണ് കേരളത്തിലെ ജനങ്ങൾ. മാത്രമല്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ തന്നെ ഗുരുവായൂർ മണ്ഡലം, ആ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ അവിടെ അങ്ങനെ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല BJPക്കാരെല്ലാം കൂടി UDFൻ്റെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. എന്ത് സംഭവിച്ചു? വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഈ സുരേഷ് ഗോപി മനസ്സിലാക്കണം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ആദ്യം പഠിക്കണം. സുരേഷ് ഗോപി മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. കാരണം BJP എല്ലാ കാലത്തും വോട്ട് പിടിക്കുന്ന അവർ പറഞ്ഞ ഈ വിശ്വാസമാണ് പ്രശ്നം. ഒരു കിരീടമോ പ്രതിഷ്ഠയുണ്ടെങ്കിൽ വോട്ട് നേടാമെന്നുള്ളതാണ് BJPയുടെ സംഘപരിവാറിൻ്റെയും വിശ്വാസം. അത് സ്വാഭാവികമായിട്ടും ആ വിശ്വാസത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി ജീവിക്കുന്നത്. അതുതന്നെയാണ് തൃശ്ശൂരിൽ കിരീടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ നാടകവും അത് തന്നെയാണ്. ഈ വിശ്വാസത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ വോട്ട് നേടാമെന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള വിശ്വാസം അത് തന്നെയാണ്. സംഘപരിവാർ എന്ത് വിശ്വാസം വെച്ച് പുലർത്തുന്നു അത് തന്നെ പുള്ളി പുലർത്തി, അത് തന്നെ പുള്ളിക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കുഴിയിൽ താൻ തന്നെ എന്നുള്ള അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി എത്തി എന്നുള്ളതാണ്. സാധാരണ BJPയെക്കുറിച്ചും സംഘപരിവാറിൻ്റെ നേതാക്കളെക്കുറിച്ചും പറയാറുണ്ട്, അവർക്ക് യാതൊരു വിഷയത്തിലും എന്തെങ്കിലും പറയാനില്ല. അവരെപ്പോഴും ക്ഷേത്രമെന്നും വികാരവും വിശ്വാസവും മതവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞു. ആ വിഷയത്തിന് അപ്പുറത്തേക്ക് അവരിൽ ഒരാൾ കടന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതാണ് ഇപ്പോൾ കണ്ടത്. അതിൻ്റെയൊക്കെ പരിസരത്തിലുള്ള ഒരു വിഷയമാണ്. എങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കിയാൽ, വേറെ എന്തെങ്കിലും അവർ ചെയ്യാൻ തുടങ്ങിയാൽ എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ കണ്ടത്. ഇത് ഒരു രസത്തിനും ഒരു കൗതുകത്തിനും വേണ്ടി ഞങ്ങൾ പറയുന്നതല്ല. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇതൊരു പാഠമാണ്. എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് തങ്ങളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സന്ദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്ന് രാഷ്ട്രീയ പ്രവർത്തകരെ പഠിപ്പിക്കുന്ന ഒരു തെറ്റിപ്പോയൊരു മാതൃകയാണ് ഇത് എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഈ വാർത്ത പരിചയപ്പെടുത്തുന്നത്. ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.